കോട്ടയം നഗരസഭാ രൂപീകരണത്തിനായുള്ള പാല പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ നിലപാട് ഇന്നറിയാം. സ്വതന്ത്രരായി ജയിച്ച പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരുടെയും നിലപാട് നിർണായകമാണ്. LDFും UDFുമായി മൂവരും ചർച്ച നടത്തിയിരുന്നു. ആദ്യ 2.5 വർഷം ദിയ പുളിക്കക്കണ്ടത്തിന് ചെയർപേഴ്സൺ സ്ഥാനം വേണമെന്നാണ് ആവശ്യം. ബിനിൽ ലീലാസാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, എന്തായാലും ആര് പാല ഭരിക്കും എന്നുള്ളത് പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അവരുടെ തീരുമാനം അറിയാം. ഇരു മുന്നണികളും അവരെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യം ഏതു രീതിയിലാണ്, എങ്ങനെയാകും തീരുമാനം? സ്വാതി, അതിൽ ഈ 3 പേരുടെ നിലപാടാണ് നിർണായകമാവുക. പ്രത്യേകിച്ച് പുളിക്കണ്ണം കുടുംബത്തിൽ നിന്ന് 3 പേരാണ് സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ചത്. ബിനു പുളിക്കണ്ണം, മകൾ ദിയ പുളിക്കണ്ണം, അതുപോലെ തന്നെ ബിജു പുളിക്കണ്ണം. ഇവർ 3 പേരാണ് ജയിച്ചത്. നേരെ തന്നെ LDFും UDFും ഇവരെ സമീപിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾ പക്ഷേ ഒരു തീരുമാനം അന്ന് അവർ നിലപാട് പറഞ്ഞില്ല. ഇന്ന് നിലപാട് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. നാളെയാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. അതിനു മുന്നോടിയായി ഇന്ന് തന്നെ നിലപാട് പ്രഖ്യാപിക്കും. ഇന്ന് വൈകിട്ട് 7:30 വാർത്താ സമ്മേളനം വിളിച്ച് ആ നിലപാട് പ്രഖ്യാപിക്കാനാണ് അവരുടെ തീരുമാനം. പാലായിലെ ഒരു കക്ഷിനില ഇങ്ങനെയാണ്. ആകെയുള്ള 26 സീറ്റുകളിൽ ജയിച്ചത് 12 LDFും അതോടൊപ്പം തന്നെ 12 UDFും. ശരി ബിനിൽ, എന്തായാലും വൈകുന്നേരം അറിയാമല്ലോ ആരാകും പാലാ ഭരിക്കുക, എന്താണ് പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ തീരുമാനം എന്നുള്ളത്.